പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. ട്രംപിന്റെ അവസ്ഥയും ഏതാണ്ട് ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ്. തീരുവ യുദ്ധം പ്രഖ്യാപിച്ച് ലോകത്തെ വിറപ്പിക്കാൻ ഇറങ്ങിയതാണ് ട്രംപ്. ഇപ്പോൾ ട്രംപിന് വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. സുഹൃത്ത് രാജ്യങ്ങൾ പോലും ട്രംപ് വിരുദ്ധ ചേരിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. താരിഫ് യുദ്ധവുമായി ലോകത്തെ വെല്ലുവിളിച്ച ട്രംപിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? വലിയ തിരിച്ചടിയാണ് ട്രംപിന്റെ ഭരണപരിഷ്കാരം US നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ US വിരുദ്ധ ചേരി രൂപപ്പെട്ടിരിക്കുന്നു. US സുഹൃത്ത് രാജ്യങ്ങൾ പോലും ഈ US വിരുദ്ധ ചേരിയുമായി അടുക്കുന്നു. എന്നും US നിന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ US അകലുകയാണ്. US വ്യാപാര പങ്കാളികളെ പോലും താരിഫ് നയങ്ങൾ അടിച്ചേൽപ്പിച്ച് പിണക്കി. യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും കാനഡയുമെല്ലാം US അകന്നു. യൂറോപ്പ് ഏറെക്കുറെ US കൈവിട്ട മട്ടാണ്. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ നീക്കമാണ് യൂറോപ്പിന്റെ നീരസത്തിന് കാരണം. എല്ലാ കാലവും US ഫൈറ്റ് ചെയ്തു നിന്ന രാജ്യമാണ് ചൈന. ചുങ്കയുദ്ധത്തിൽ ഇന്ത്യയും US അകന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാണ് ഇന്ത്യക്ക് മേൽ ട്രംപ് പിഴച്ചുങ്കം ഏർപ്പെടുത്തിയത്. മൊത്തം 50% തീരുവയാണ് US ഇന്ത്യക്ക് മേൽ ചുമത്തിയത്. ഇതോടെ ഇന്ത്യക്ക് അപകടം മനസ്സിലായി. ഇന്ത്യക്ക് മേൽ കനത്ത തീരുവ ചുമത്തണമെന്ന് ട്രംപ് യൂറോപ്യൻ യൂണിയനോടും ആവശ്യപ്പെട്ടു. എന്നാൽ യൂറോപ്യൻ യൂണിയൻ ഈ ആവശ്യം തള്ളി എന്നു മാത്രമല്ല, ഇന്ത്യയുമായി ചരിത്രപരമായ വ്യാപാര കരാറിൽ യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുകയും ചെയ്തു. ട്രംപിന് വലിയ തിരിച്ചടിയാണത്. ഇപ്പോഴിതാ US ഇടഞ്ഞു നിൽക്കുന്ന കാനഡയും ഇന്ത്യയുമായി എടുക്കാനുള്ള ശ്രമത്തിലാണ്. റഷ്യയും ചൈനയുമായി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനും ഇന്ത്യ ശ്രമിക്കുന്നു. ശത്രുവിൻ്റെ ശത്രു മിത്രമാണ്. US ആജീവനാന്ത ശത്രുവായ ചൈനയുമായി എടുക്കാൻ കൂടുതൽ രാജ്യങ്ങൾ വരുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമർ ചൈനയിലെത്തിയത് ട്രംപിനെ അമ്പരപ്പിച്ചിട്ടുണ്ടാവും. ചൈനയുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നത് അപകടമാണെന്നും ട്രംപ് തുറന്നടിച്ചു. എന്നാൽ തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണ് സ്റ്റാമർ ചൈനയിലെത്തിയത്. ബ്രിട്ടനിലെ ബിസിനസ് സ്ഥാപന മേധാവികളുടെ ഒരു വലിയ നിര തന്നെ സ്റ്റാമറിനൊപ്പം ചൈനയിലെത്തി. 60 കമ്പനികളുടെ പ്രതിനിധികളാണ് സ്റ്റാമറിനെ അനുഗമിച്ചത്. ബ്രിട്ടീഷ് കമ്പനികൾ ചൈനയിൽ വൻ നിക്ഷേപം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പകരമായി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ചൈന ഗണ്യമായി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. അയർലൻഡ്, ഫിൻലാൻഡ്, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളും ചൈനയിലെത്തി. കാറ്റുമാറി വീശുന്നുവെന്ന് വ്യക്തം. ട്രംപും US കൂടുതൽ ലോകത്ത് ഒറ്റപ്പെടുന്നു.